അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 5ാം ക്ലാസ്സിലെ തജ്വീദുൽ ഖുർആൻ 1ാം ഭാഗത്തിലെ 8ാമത്തെ പാഠം അത്തഫ്ഖീമു വത്തർഖീഖ്. തഫ്ഖീമു വത്തർഖീഖ് എന്ന പാഠം ഇൻഷാ അല്ലാഹ് വായിച്ച് അതിൻ്റെ തദ്രീബാത്ത് കൂടെ നോക്കാം. ഒന്നാമതായിട്ട് ഫസ്റ്റ് ഒരു ആയത്ത് കൊടുത്തിട്ടുണ്ട്. ഖലഖൽ ഇൻസാന മിൻ സൽസാലിൻ കൽ ഫഖാർ. മുകളിൽ കൊടുത്ത ആയത്തിൽ ഖാ, ഖാഫ്, സ്വാദ് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? അവയെല്ലാം വായ നിറച്ചാണല്ലോ നാം പറഞ്ഞത്. വായ നിറച്ച് ശബ്ദമുണ്ടാക്കും വിധമല്ലേ പറഞ്ഞത്? എങ്ങനെ? ഖലഖ, ഖാ, ഖാ എന്നല്ല പറഞ്ഞത്, ഖാ. സൽസാലിൻ, സൽസാലിൻ കൽ ഫഖാർ. അവിടെ ഖലഖ എന്നുള്ളിടത്ത് ഖാഫ്. ഈ അക്ഷരങ്ങളൊക്കെ നമ്മൾ വായ നിറയെ ശബ്ദമുണ്ടാക്കിയിട്ട് വായ നിറച്ചാണല്ലോ നാം പറഞ്ഞത്. ഇങ്ങനെ വായ നിറയെ ശബ്ദമുണ്ടാക്കും വിധം അക്ഷരത്തെ തടിപ്പിച്ച് ഉച്ചരിക്കുന്നതിനാണ് തഫ്ഖീം എന്ന് പറയുന്നത്. അപ്പോൾ എന്തിനാണ് തഫ്ഖീം എന്ന് പറയുക? വായ നിറയെ ശബ്ദമുണ്ടാക്കും വിധം അക്ഷരത്തെ തടിപ്പിച്ച് ഉച്ചരിക്കുന്നതിന് തഫ്ഖീം എന്ന് പറയുന്നു. അക്ഷരത്തെ നേർപ്പിച്ച് ഉച്ചരിക്കുന്നതിന് തർഖീഖ് എന്നും പറയുന്നു. അപ്പോൾ അക്ഷരത്തെ നേർപ്പിച്ചാണ് ഉച്ചരിക്കുന്നതെങ്കിൽ അതിനെക്കുറിച്ച് എന്തെന്ന് പറയും? തർഖീഖ് എന്ന് പറയും. വായ നിറയെ ശബ്ദമുണ്ടാക്കും വിധം അക്ഷരത്തെ തടിപ്പിച്ച് ഉച്ചരിക്കുകയാണെങ്കിൽ തഫ്ഖീം എന്നും, അക്ഷരത്തെ നേർപ്പിച്ച് ഉച്ചരിക്കുകയാണെങ്കിൽ തർഖീഖ് എന്നും പറയുന്നു. നാവിൻ്റെ മുരട് അണ്ണാക്കിലേക്ക് ഉയരുന്നത് കൊണ്ട് തഫ്ഖീമും താഴുന്നത് കൊണ്ട് തർഖീഖും ഉണ്ടാകുന്നു. എങ്ങനെയാണ് ഈ തർഖീഖും തഫ്ഖീമും ഉണ്ടാകുന്നത്? അതാണ് ഇപ്പോൾ പറഞ്ഞത്. നാവിൻ്റെ മുരട് അണ്ണാക്കിലേക്ക് ഉയരുന്നത് കൊണ്ട് തഫ്ഖീം ഉണ്ടാകും. നാവിൻ്റെ മുരട് അണ്ണാക്കിൽ നിന്ന് താഴുന്നത് കൊണ്ട് എന്തുണ്ടാകും? തർഖീഖ് ഉണ്ടാകും. തഫ്ഖീം എന്നാൽ എന്ത് എന്ന് ചോദിച്ചാലുള്ള ആൻസർ ഇതാണ്. വായ നിറയെ ശബ്ദമുണ്ടാക്കും വിധം അക്ഷരത്തെ തടിപ്പിച്ച് ഉച്ചരിക്കും തഫ്ഖീം എന്ന്. തർഖീഖ് എന്നാൽ എന്ത്? അക്ഷരത്തെ നേർപ്പിച്ച് ഉച്ചരിക്കും തർഖീഖ്. ഈ തഫ്ഖീമും തർഖീഖും ഉണ്ടാകുന്നത് എങ്ങനെയാണ്? തഫ്ഖീം ഉണ്ടാകുന്നത് നാവിൻ്റെ മുരട് അണ്ണാക്കിലേക്ക് ഉയരുന്നത് കൊണ്ട്. തർഖീഖ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? നാവിൻ്റെ മുരട് അണ്ണാക്കിൽ നിന്ന് താഴുന്നത് കൊണ്ട്. അതുകൊണ്ടാണ് തർഖീഖ് ഉണ്ടാകുന്നത്. ഇസ്തിഇലാഇൻ്റെ അക്ഷരങ്ങളായ ഖുസ്സ, ലഗ്തിൻ, ഖിദ് എന്നീ അക്ഷരങ്ങളെ എല്ലാ സമയത്തും തഫ്ഖീം ചെയ്യേണ്ടതാണ്. അപ്പോൾ ഖുസ്സ, ലഗ്തിൻ, ഖിദ് എന്ന് പറയുന്ന അക്ഷരങ്ങൾ, ആ 7 അക്ഷരങ്ങളെ, ഇസ്തിഇലാഇൻ്റെ ആ 7 അക്ഷരങ്ങളെ എല്ലാ സമയത്തും അതിനെ തഫ്ഖീം ചെയ്തിട്ടേ ഉച്ചരിക്കാവൂ. അപ്പോൾ ആ അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന സമയത്തൊക്കെ വായ നിറയെ ശബ്ദമുണ്ടാക്കും വിധത്തിൽ ശബ്ദമുണ്ടാക്കും വിധം അക്ഷരത്തെ തടിപ്പിച്ചിട്ടായിരിക്കണം ഇസ്തിഇലാഇൻ്റെ അക്ഷരങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഉച്ചരിക്കേണ്ടത്. ഇനി ഇവിടെ ഉദാഹരണം കൊടുത്തിരിക്കുന്നത് സാ, സീ, സു, അസ്, ഖാ, ഖീ, ഖു, അഖ്. സാ, സാ, സീ എന്നല്ല പറയേണ്ടത്. എങ്ങനെ പറയണം? സാ, സീ, സു, അസ്. അപ്പോഴാണ് സ്വാദാകുന്നത്. അതുപോലെ ഖാ എന്നുള്ള അക്ഷരം ഖാ, ഖീ, ഖു, അഖ്, ഖേ, ഖീ ആ രൂപത്തിലല്ല പറയേണ്ടത്. വായ നിറയെ ശബ്ദം ഉണ്ടാക്കുന്നത് അക്ഷരത്തെ തടിപ്പിച്ച് തന്നെ എന്ത് ചെയ്യണം? ഉച്ചരിക്കണം. ഇൻഷാ അല്ലാഹ് ഇനി ഇവിടെ ആ തഫ്ഖീമിനെ തർഖീഖിനെ കുറിച്ചുള്ള ബൈത്ത് അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ശ്രദ്ധിക്കണേ. വായ നിറച്ച് തടിപ്പിച്ചക്ഷരമുച്ചാരണമതു തഫ്ഖീം. വായിക്കുന്നതു നേർപ്പിച്ചാണോ അക്ഷരമെങ്കിൽ തർഖീഖ്. ഖാ, സാ, ളാ, ഗാ, ത്വാ, ഖാ ഇങ്ങനെ വായ നിറഞ്ഞാൽ തഫ്ഖീം. ക, സ, ശ, ഹ, ത, സ ഇങ്ങനെ നേർത്തു പറഞ്ഞാൽ തർഖീഖ്. അപ്പോൾ ഇസ്തിഇലാഇൻ്റെ അക്ഷരങ്ങളാകുന്ന ഖാഫും സ്വാദും ളാദും ഒക്കെ ആ വരിയിൽ ചൊല്ലുമ്പോൾ ഖാ, സാ തഫ്ഖീമോട് കൂടെ തന്നെ പറയണം. ഇസ്തിഫാലിൻ്റെ അക്ഷരങ്ങളാകുന്ന കാഫൊക്കെ പറയുമ്പോൾ ക, സ, ശ അങ്ങനെയും തന്നെ പാടി മനസ്സിലാക്കണം. ഒന്നുകൂടെ. വായ നിറച്ച് തടിപ്പിച്ചക്ഷരമുച്ചാരണമതു തഫ്ഖീം. വായിക്കുന്നതു നേർപ്പിച്ചാണോ അക്ഷരമെങ്കിൽ തർഖീഖ്. ഖാ, സാ, ളാ, ഗാ, ത്വാ, ഖാ ഇങ്ങനെ വായ നിറഞ്ഞാൽ തഫ്ഖീം.
കസ ശ ഹ ത ഥ ഇങ്ങനെ നേർത്തു പറഞ്ഞാൽ തർഖീഖ്. ഇനി നമുക്ക് തദ്രീബാത്ത് നോക്കാം. ഒന്നാമത്തെ നുജീബ് ഉത്തരം എഴുതുക. ഒന്ന്, തഫ്ഖീം എന്നാൽ എന്ത്? വായു നിറയെ ശബ്ദമുണ്ടാക്കും വിധം അക്ഷരത്തെ തടിപ്പിച്ച് ഉച്ചരിക്കുന്ന തഫ്ഖീം എന്ന് പറയുന്നു. രണ്ട്, തഫ്ഖീം ഉണ്ടാകുന്നത് എങ്ങനെ? ആൻസർ, നാവിൻ്റെ മുരട് അണ്ണാക്കിലേക്ക് ഉയരുന്നത് കൊണ്ടാണ് തഫ്ഖീം ഉണ്ടാകുന്നത്. ഇനി മൂന്നാമത്തേത്, എല്ലാ സമയത്തും തഫ്ഖീം ചെയ്യേണ്ട ഹർഫുകൾ ഏവ? ആൻസർ, ഇസ്തിഅലാഇൻ്റെ അക്ഷരങ്ങളായ ഖാ, സ്വാദ്, ളാദ്, ഗൈന്, ത്വാ, ഖാഫ്, ളാ. ഈ അക്ഷരങ്ങളെയാണ് എല്ലാ സമയത്തും തഫ്ഖീം ചെയ്യേണ്ടത്. ഇനി നാലാമത്തേത്, തർക്കീഖ് എന്നാൽ എന്ത്? ആൻസർ, അക്ഷരത്തെ നേർപ്പിച്ച് ഉച്ചരിക്കുന്നതിന് തർക്കീഖ് എന്ന് പറയുന്നു. ഇനി രണ്ടാമത്തെ, നഖ്റഉൽ ആയാത്തിൽ ആതിയത വനക്തശിഫു മിന്ന ഹുറൂഫ് തഖ്ഫീം. ഇതിൽ നിന്ന് ഈ ആയത്തുകൾ പാരായണം ചെയ്തിട്ട് അതിൽ തഫ്ഖീമിൻ്റെ അക്ഷരങ്ങളെ കണ്ടെത്തുക എന്നുള്ളത്. അപ്പോൾ തഫ്ഖീമിൻ്റെ അക്ഷരങ്ങളുള്ള പദങ്ങൾ ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഖലഖ, ഇവിടെ ഖാ ഉണ്ട്, ഖാഫുണ്ട്. വൽ അർള, അവിടെ ലോദുണ്ട്. ളുലുമാത്ത് എന്നുള്ളത് ലോ, ഇവിടെ ഖലഖക്കും എന്നുള്ളിടത്തും ഖാവും ഖാഫും. തീൻ എന്ന് പറയുന്നിടത്ത് ത്വാ, ഖല എന്ന് പറയുന്നത് ഖാഫ് ലോ. ഒഫിൽ അർളി, അവിടെ ലോദ്. മുഅരിളീൻ എന്ന് പറയുന്നിടത്ത് അവിടെയും ലോദ്. അപ്പോൾ ഒഫിൽ അർളി എന്നുള്ളിടത്തും ലോദാണ്. ഇങ്ങനെയുള്ള അക്ഷരങ്ങൾ ഇതിന് നോക്കിയാൽ കൃത്യമായിട്ട് അത് മനസ്സിലാകുന്നതെന്ന് അത് അവിടേക്ക് എഴുതി ചേർക്കുക. ഇനി അടുത്ത് മൂന്നാമത്തെ തഖ്സീസാണ്. എന്താ തഖ്സീസിൽ? ഒന്നാമത്തെ, നഖ്റ സൂറത്ത് ഇബ്രാഹിം മുറാഅത്ത് തഫ്ഖീം. തഫ്ഖീമിനെ ശ്രദ്ധിച്ചുകൊണ്ട്. അപ്പോൾ ഇസ്തിഅലാഇൻ്റെ അക്ഷരങ്ങൾ പ്രത്യേകം എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. അപ്പോൾ ആ ഇസ്തിഅലാഇൻ്റെ അക്ഷരങ്ങളെ പ്രത്യേകം ശ്രദ്ധിച്ച് മുഴക്കത്തോടു കൂടിയുള്ള ശബ്ദം കൊടുത്തിട്ട് വായ നിറയെ ശബ്ദമുണ്ടാക്കും വിധം അക്ഷരത്തെ തടിപ്പിച്ച് ഉച്ചരിക്കുക. ആ രൂപത്തിൽ തഫ്ഖീം ചെയ്തുകൊണ്ട് ഓതുക. രണ്ടാമത്തെ, നഹ്ഫൽ, സൂറത്ത് ഹിഫ്ളാക്കാനുള്ളതാണ്. സൂറത്ത് യാസീനിലെ 23-ാമത്തെ ആയത്ത് മുതൽ 25-ാമത്തെ ആയത്ത് വരെ ഹിഫ്ളാക്കാനാണ്. രണ്ടാമത്തെ, റാത്തീബുൽ ഹദ്ദാദ് റാത്തീബ് മനപ്പാടമാക്കാനുള്ളതാണ്. ഏതാണത്? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അടുത്ത, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. പിന്നെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. ഇതിൻ്റെ ഭാഗങ്ങളൊക്കെ നമ്മൾ തജ്വീദുൽ ഖുർആൻ്റെ അവസാന ഭാഗങ്ങളിലുണ്ട്. അവിടെ നോക്കിയിട്ട് അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ് ഇതോടെ പാഠത്തിലെ തദ്രീബാത്ത് കഴിഞ്ഞു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.